പ്രതിസന്ധികൾക്കിടയിലും മലപ്പുറം കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ നേടിയ നേട്ടങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. മലപ്പുറം കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ നവീകരിച്ച കോൺവെൽഡിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയും പുതിയ സിംപ്ലക്സ് മെഷീന്റെയും പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യന്ത്രവൽകൃത കാലഘട്ടത്തിൽ പൊതുവെ സ്പിന്നിംഗ് മില്ലുകൾ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇതിനിടയിലും മികച്ച വരുമാനം കണ്ടെത്താൻ മലപ്പുറം കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന് സാധിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ സർക്കാർ സഹായിക്കും. എന്നാൽ കമ്പനി ലാഭത്തിലാക്കി അതിൽ നിന്നും വേതനവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ സാധിക്കണം. അതിന് മത്സര സ്വഭാവത്തോടെ തൊഴിലാളികളും പ്രവർത്തിക്കണം. സർക്കാരിന്റെ സഹായങ്ങൾക്കായി മാത്രം കാത്തുനിൽക്കരുതെന്നും ഫാഷൻ ഡിസൈനിംഗ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കമ്പനികൾ വർക്കിംഗ് ക്യാപിറ്റൽ കൃത്യസമയത്ത് കിട്ടിയാൽ ലാഭകരമാകും. എന്നാൽ ആ ക്യാപിറ്റൽ തന്നെ വൈകിപ്പോയാൽ നേരെ നഷ്ടത്തിലാവും. സമയത്ത് ഡെലിവറി ഇല്ലെങ്കിൽ പെനാൽറ്റി വരും, പല പ്രശ്നങ്ങളും വരും. റോ മെറ്റീരിയലിന്റെ കാശൊക്കെ കൂടും, കോട്ട് ചെയ്തതിനനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ റിവോൾവിംഗ് ഫണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 10 കമ്പനിയാണെങ്കിൽ 10 കമ്പനികളുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്യുക, നമ്മുടെ കടം ഇക്വിറ്റി ആക്കുക, ബാങ്കബിളായി. സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ MK സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. DPT മെമ്പർ സെക്രട്ടറി P സതീഷ് കുമാർ, ഡയറക്ടർ K മജ്നു, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ R ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ്, വളാഞ്ചേരി പട്ടാമ്പി റോഡ്, വലിയകുന്ന്. ഫോൺ 9447 0555575.